അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു വിശ്വാസിക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ് ഹുബ്ബുർ റസൂൽ, ഹബീബ നബിയോടുള്ള സ്നേഹം എന്നുള്ളത്. കുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹിബ്ബുക്കുമുല്ലാഹ്. വിശുദ്ധ ഖുർആൻ. നബിയെ തങ്ങൾ പറയുക, കുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹിബ്ബുക്കുമുല്ലാഹ്. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം, ആ സ്നേഹമില്ലാതെ ഒരു വിശ്വാസിക്കും വിജയിക്കാൻ കഴിയുകയില്ല. പരിശുദ്ധ റമളാനിൽ നാം മനസ്സിലാക്കേണ്ടത്, ഈ റമളാൻ എന്ന പരിശുദ്ധമായതിനെ അള്ളാഹു നമുക്ക് നൽകുന്നത് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേനയാണ്. അള്ളാഹു പറഞ്ഞത്, കുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹിബ്ബുക്കുമുല്ലാഹ്. നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ പ്രേമം വേണോ, അള്ളാഹുവിൻ്റെ സ്നേഹം വേണോ, അള്ളാഹു നമ്മെ ഇഷ്ടം വെക്കണോ എങ്കിൽ കുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹിബ്ബുക്കുമുല്ലാഹ്. മുത്തുനബിയെ പിൻപറ്റാനാ പടച്ചോൻ പറഞ്ഞത്, ഖുർആൻ പറഞ്ഞത്. ആ റസൂലുള്ളാഹിനെ പിൻപറ്റലല്ലാതെ, മുത്തുനബി കാണിച്ചെന്ന മാർഗത്തിലൂടെ ജീവിക്കലല്ലാതെ നമുക്കൊരിക്കലും മുത്തുനബിയെ കണ്ടെത്താൻ, അള്ളാഹുവിൻ്റെ സ്നേഹം പിടിച്ചു പറ്റാൻ കഴിയുകയില്ല. ഈ റമളാനിൻ്റെ സന്ദേശത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഹബീബ നബിയെ പൂർണ്ണമായി പിൻപറ്റുക, പരിശുദ്ധ റമളാൻ നോമ്പനുഷ്ഠിക്കുക, തറാവീഹ് പരമാവധി നമസ്കരിക്കുക. അത് സ്ത്രീകളും പുരുഷന്മാരും തറാവീഹ് നമസ്കരിക്കുക, ഖുർആൻ ഓതുക, ഖുർആൻ പഠിക്കുക, അതിൻ്റെ അർത്ഥം പഠിക്കാൻ സമയം കണ്ടെത്തുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാം ഖുർആനിനോടുള്ള കടമകൾ വീട്ടണം. അതിലൊന്ന് ഖുർആൻ വിശ്വസിക്കലാണ്, രണ്ടാമത്തത് ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ ഓതലാണ്, ഖുർആൻ പഠിക്കലാണ്, ഖുർആൻ ഓതലാണ്, അമലുൽ ഖുർആൻ, ഖുർആൻ കൊണ്ട് അമൽ ചെയ്യലാണ്. ഇങ്ങനെ ഖുർആൻ അള്ളാഹു ഇറക്കിയതുള്ള ഉദ്ദേശത്തെ പൂർത്തീകരിച്ചുകൊണ്ട് യഥാർത്ഥ മുഅ്മിനായി ജീവിക്കാൻ ഈ പരിശുദ്ധ റമളാൻ നമ്മൾ ഉപയോഗപ്പെടുത്തണേ. ഹബീബിനോടുള്ള ഇഷ്ടം വർദ്ധിപ്പിക്കണേ. അള്ളാഹുവേ, നിന്റെ ഹബീബിനെ സ്നേഹിക്കുന്നവരെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.